കോമഡിയിലൂടെ ആരംഭിച്ച് ആക്ഷൻ ഹീറോ ബിജുവിലൂടെ കളം മാറ്റി ചവിട്ടി പ്രേക്ഷകരെ ഞെട്ടിച്ച നടനാണ് സുരാജ് വെഞ്ഞാറമൂട്. ദശമൂലം ദാമുവും തീപ്പന്തൽ രാജ്ബോസും ഇടിവെട്ട് സുഗുണനും സുശീലിനുമെല്ലാം ഇന്നും നമ്മളെ ചിരിപ്പിക്കുന്ന സുരാജിന്റെ കഥാപാത്രങ്ങളാണ്. ആക്ഷൻ ഹീറോ ബിജുവിൽ നിമിഷ നേരം മാത്രം പ്രത്യക്ഷപ്പെട്ട് ഞെട്ടിച്ചപ്പോൾ സുരാജിലെ അഭിനേതാവിനെ കൂടി കണ്ടെത്തുകയായിരുന്നു മലയാളി പ്രേക്ഷകർ. എന്നാൽ ഇന്ന് മലയാളത്തിൽ മാത്രമല്ല, അങ്ങ് തമിഴിലും വിലപിടിപ്പുള്ള താരമാണ് സുരാജ്. പലപ്പോഴായി മലയാളി നടന്മാർ തമിഴിൽ ചെന്ന് ഞെട്ടിച്ചിട്ടുണ്ട്. നെടുമുടി വേണുവും കലാഭവൻ മണിയും ഉർവശിയും നിത്യമേനോനും ഫഹദും ദുൽഖറും നിവിനും തുടങ്ങി നിരവധി നടീനടന്മാർ തമിഴ് പ്രേക്ഷകരെ തങ്ങളുടെ പ്രകടനം കൊണ്ട് ഞെട്ടിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റിലെ പുതിയ എൻട്രിയാണ് സുരാജ് വെഞ്ഞാറമൂട്. തമാശ മാത്രമല്ല, കട്ട വില്ലനിസവും തനിക്ക് പുഷ്പം പോലെ വഴങ്ങുമെന്ന് സുരാജ് തമിഴിൽ തെളിയിക്കുകയാണ്. SU അരുൺകുമാർ ഒരുക്കിയ വിക്രം ചിത്രം വീരധീര സൂര്യനിലൂടെയായിരുന്നു സുരാജിന്റെ തമിഴ് എൻട്രി. കണ്ണൻ എന്ന നെഗറ്റീവ് കഥാപാത്രമായി സുരാജ് തകർത്താടി. മുൻപ് തമിഴ് ഭാഷ വശമില്ലാത്തത് കൊണ്ടാണ് തമിഴ് ചിത്രം ചെയ്യാൻ മടിക്കുന്നതെന്ന് പറഞ്ഞ അതേ സുരാജ് തന്നെ നിഷ്പ്രയാസം തമിഴ് ഡയലോഗുകൾ പറഞ്ഞ് കയ്യടി വാങ്ങി. ക്ലൈമാക്സിലെ സിംഗിൾ ഷോട്ട് ആക്ഷൻ സീനിലടക്കം സുരാജിലെ അഭിനേതാവ് ചെയ്യാനും മുകളിൽ നിന്നു. എന്നാൽ അതിനെല്ലാം അപ്പുറം തമിഴ് പ്രേക്ഷകരെ സുരാജിലേക്ക് കൂടുതൽ അടുപ്പിച്ചത് അദ്ദേഹത്തിന്റെ ട്രേഡ് മാർക്ക് ഹ്യൂമർ തന്നെയായിരുന്നു. വീരധീര സൂര്യന്റെ പ്രീ റിലീസ് അഭിമുഖങ്ങളിൽ സുരാജ് തന്റെ തമാശകൾ കൊണ്ട് പ്രേക്ഷകരെ കയ്യിലെടുത്തു. അച്ഛൻ മിലിറ്ററി, ചേട്ടൻ മിലിറ്ററി, നാം വന്ന് മിമിക്രി എന്ന സുരാജിന്റെ തഗ് ഡയലോഗ് മലയാളികളെയും തമിഴരെയും ഒരുപോലെ ചിരിപ്പിച്ചു. തിയേറ്ററിൽ ഇപ്പോൾ വിജയകരമായി പ്രദർശനം തുടരുന്ന യൂത്തിലെ ഉണ്ണികൃഷ്ണൻ എന്ന അച്ഛൻ കഥാപാത്രം തമിഴിലെ സുരാജിന്റെ സ്ഥാനത്തെ വീണ്ടും ഊട്ടിയുറപ്പിച്ചു. തമാശയും അല്പം ഇമോഷനുമൊക്കെയായി നായകനായ കെന്നിനൊപ്പം സുരാജ് തകർത്താടി. ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയം നേടുമ്പോൾ അത് സുരാജിനെ കൂടുതൽ തമിഴ് പ്രേക്ഷകരിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തെത്തുന്ന ധനുഷ് ചിത്രം കരയിലും ഞെട്ടിക്കുന്ന വേഷം തന്നെയാകും സുരാജിൻ്റെതെന്ന സൂചനയാണ് സിനിമയുടെ ആദ്യ ടീസർ നൽകുന്നത്. വെറും 2 ഷോട്ടിൽ മാത്രമെങ്കിലും കഥാപാത്രത്തിന്റെ റേഞ്ച് വ്യക്തമാണെന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്. പോലീസ് വേഷത്തിലാണ് സുരാജ് കരയിലെത്തുന്നത്. ഭരതൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. ചിത്രം ഏപ്രിൽ 30 പുറത്തിറങ്ങുമ്പോൾ ധനുഷിനൊപ്പം സുരാജും പ്രകടനത്തിൽ കയ്യടി നേടുമെന്ന് ഉറപ്പാണ്. പോർതൊഴിൽ പോലെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു ടീം അതിലും മികച്ച ഒരു ടീമുമായി എത്തുമ്പോൾ ഹിറ്റിൽ കുറഞ്ഞതൊന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കില്ല. ഒരു സ്റ്റാർ പടത്തിൽ പ്രധാന വേഷത്തിൽ, അതും ശ്രദ്ധിക്കപ്പെടുന്ന വേഷം കൂടിയാണെങ്കിൽ കരയ്ക്ക് ശേഷം സുരാജിനെ ഇനി തമിഴിൽ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഇതിനൊപ്പം രജനീകാന്ത് ചിത്രം ജയിലർ 2 ഒരു സുപ്രധാന വേഷത്തിൽ സുരാജ് എത്തുന്നുണ്ട്. ജയിലർ 2 അടിപൊളിയായി വന്നിട്ടുണ്ട്. 1ാം ഭാഗത്തേക്കാൾ ഇത് നന്നായി വന്നിട്ടുണ്ട്. രജനി സാറിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. കൂടെ അഭിനയിക്കാൻ പറ്റുമെന്ന് കരുതിയില്ല. ഓരോ ഷോട്ടിലും ഓരോ സീനിലും അദ്ദേഹം നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത്തരത്തിൽ ഒരു മെജീഷ്യനാണ് രജനി സാർ എന്നായിരുന്നു സിനിമയിലെ വേഷത്തെക്കുറിച്ച് സുരാജ് പറഞ്ഞത്. ജയിലർ 1ാം ഭാഗത്തിൽ വിനായകന്റെ വർമ്മൻ തമിഴ് പ്രേക്ഷകരെ മൊത്തം കയ്യിലെടുത്ത പോലെ ഇനി അടുത്തത് സുരാജിന്റെ ഊഴമാണോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഓഗസ്റ്റ് റിലീസായി ചിത്രം തിയേറ്ററിലെത്തും. മലയാളത്തിൽ ഭരതനാട്യത്തിന്റെ 2ാം ഭാഗമായ മോഹിനിയാട്ടമാണ് ഇനി സുരാജിൻ്റെതായി പുറത്തിറങ്ങാനുള്ള മലയാള ചിത്രം. സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നതിന് പിന്നാലെ ട്രെയിലറിലെ സുരാജിന്റെ എൻട്രിയും കൗണ്ടർ ഡയലോഗുകളും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ്. വളരെ കാലമായി സുരാജിൽ നിന്ന് ഒരു കോമഡി റോൾ പ്രതീക്ഷിക്കുന്ന മലയാളികൾക്ക് ഒരു ട്രീറ്റ് തന്നെയാകും മോഹിനിയാട്ടത്തിലെ കഥാപാത്രമെന്ന് പ്രതീക്ഷിക്കാം.